നമസ്കാരം. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുമ്പോൾ പുരുഷന്മാർ ഷർട്ട് ധരിക്കാമോ, ഷർട്ട് ഊരണമോ? ഈ ഒരു ചർച്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു. കഴിഞ്ഞ ദിവസം NSS ജനറൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ നായർ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. പല ക്ഷേത്രങ്ങളിലും പലതരത്തിലുള്ള ചിട്ടകളാണ് ഇവിടെ നടക്കുന്നത്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാം, ചിലയിടത്ത് ഷർട്ട് ഊരേണ്ടത് നിർബന്ധമാണ്, ചിലയിടത്ത് പാൻസ് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാം, ചിലയിടത്ത് പാൻസ് പാടില്ല. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഈ പാൻസ് പോലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കയറുന്നതിന് വിലക്കുണ്ട്. അപ്പോൾ ഇത് ഹൈന്ദവ വിശ്വാസങ്ങളുടെ, ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമായുള്ള ഒരു ചർച്ചയാണ്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന ചർച്ചകൾ വരുന്നത്. വിവിധ ക്ഷേത്രാചാര്യന്മാർ, തന്ത്രിമാർ, അതുപോലെ തന്നെ ക്ഷേത്ര ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ഗവേഷകർ ഒക്കെ തന്നെ പല അഭിപ്രായം പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ദൈവീകമായ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അതായത് പുരുഷന്മാരുടെ വക്ഷസിലും, അതായത് മാറിടത്തിലും സ്ത്രീകളുടെ മുഖത്തുമാണ് ക്ഷേത്ര ചൈതന്യം, ആ ഒരു ബിംബത്തിന്റെ, അത് ഏത് ബിംബമാണോ, ഏത് പ്രതിഷ്ഠയാണോ, അതിന്റെ ചൈതന്യ രേഖകൾ അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ് എനർജി ശ്രീകോവിലിന് ഉള്ളിൽ നിന്ന് പതിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. വിശ്വാസവുമായി ബന്ധപ്പെട്ടും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടും അങ്ങനെ തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഷർട്ട് ധരിച്ചു കഴിഞ്ഞാൽ വക്ഷസിലേക്ക്, മാരണത്തിലേക്ക് ഈ രേഖകൾ കടന്നു ചെല്ലുന്നതിന് തടസ്സമാവുകയും ചെയ്യും. അതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ ക്ഷേത്ര ആചാരങ്ങളിലും പ്രാചീന ഗ്രന്ഥങ്ങളിലും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പുരുഷന്മാർ സാധാരണഗതിയിൽ ഷർട്ട് ധരിക്കാതെ വേണം ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യമായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പലയിടത്തുണ്ടായേക്കാം. തെക്കൻ തിരുവിതാംകൂറിലെ പല ക്ഷേത്രങ്ങളിൽ ഇതുപോലെ തന്നെ ഷർട്ട് ധരിച്ച് പ്രവേശിക്കാം, അതിന് വിലക്കില്ല. പക്ഷേ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ ആ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ, ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് ആവാഹിക്കപ്പെടണമെങ്കിൽ ഷർട്ട് ധരിക്കാതെ ക്ഷേത്ര ദർശനം നടത്തണം എന്ന് പറയപ്പെടുന്നു. അതുപോലെ സ്ത്രീകളുടെ മുഖത്തേക്കാണ് എപ്പോഴും ഈ ഒരു ചൈതന്യം കടന്നു വരുന്നത്. ഞാൻ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അവിടെ സ്ത്രീകൾ മാസ്ക് വെച്ചുകൊണ്ട്, അതായത് ഈ കോവിഡിന്റെ പ്രോട്ടോകോളിന് ശേഷവും മാസ്ക് ധരിച്ചുകൊണ്ട് പലപ്പോഴും പ്രവേശിക്കാൻ, ക്ഷേത്ര ദർശനം നടത്താൻ വരാറുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, ഈ മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തേക്ക് ആ ഒരു അനുഗ്രഹം, ആ ഒരു ചൈതന്യ രേണുക്കൾ കടന്നു വരില്ല, ആ ചൈതന്യ രശ്മികൾ കടന്നു വരില്ല. അതുകൊണ്ട് മാസ്ക് ധരിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തരുത്. അതുപോലെ തന്നെ മാസ്ക് മാറ്റണം. അതുപോലെ തലയിൽ കെട്ടിക്കൊണ്ട്, തൊപ്പി വെച്ചുകൊണ്ട് ഒക്കെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ പലരും വരാറുണ്ടായിരുന്നു. അവരോടൊക്കെ തന്നെ പറയാറുണ്ട്. ഇത് ഒരു സാമൂഹ്യ വിഷയമായി ചിന്തിക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇതൊരു വലിയ ചർച്ചയാക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇതൊക്കെ അതാത് ക്ഷേത്ര ഭാരവാഹികളും, സ്വകാര്യ ക്ഷേത്രങ്ങളാണെങ്കിൽ ഭാരവാഹികളും, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ തന്ത്രിയും പൂജാരിയും ഒക്കെ ചേർന്ന് തീരുമാനിക്കേണ്ട അല്ലെങ്കിൽ നിഷ്കർഷിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെ ഒരു സാമൂഹ്യ വിഷയമാക്കി, രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എളിയ അഭിപ്രായം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പല അഭിപ്രായങ്ങൾ കാണും. ഇത് അതത് ക്ഷേത്രങ്ങളുടെ വിശ്വാസവും അവരുടെ ആരാധനാ രീതികളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് കൊണ്ടുവരേണ്ട ഒരു വിഷയം മാത്രമാണ്. ഇതിനെ രാഷ്ട്രീയമായോ സാമൂഹ്യമായോ മതപരമായോ സാമുദായികമായോ സമീപിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. ഇതിന്റെ ശാസ്ത്രം ഇതാണ്. സ്ത്രീക്ക് മുഖത്തും പുരുഷന് വക്ഷസിലും ആ ഒരു ചൈതന്യം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾ വസ്ത്രം ധരിച്ചും മേൽവസ്ത്രം ധരിച്ചും പുരുഷൻ മേൽവസ്ത്രം ധരിക്കാതെയും, അതായത് ഷർട്ട് ധരിക്കാതെയും ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ള ആ ഒരു സങ്കല്പവും വിശ്വാസവും ശാസ്ത്രീയമായ ആ ഒരു വിശദീകരണവും ഒക്കെ തന്നെയാണ് ഇതിൽ പ്രാധാന്യത്തോടെ കാണേണ്ടത്. അതിനെ ഒരു പ്രശ്നമാക്കുകയോ പ്രതിസന്ധിയിലാക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തെ ഇത്തരത്തിൽ ഈ ഒരു വിഷയങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയോ വേണ്ട എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അതായത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങൾ എല്ലാ ഭക്തജനങ്ങളും പാലിക്കുക. രാഷ്ട്രീയ ചർച്ചകളും മറ്റ് ചർച്ചകളും ഒക്കെ തന്നെ നടക്കട്ടെ. പക്ഷേ ക്ഷേത്ര ദർശനം നടത്തുന്നവൻ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ്. അത് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരക്രമങ്ങൾ അനുസരിച്ച് വേണം എന്നും മാത്രം. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Attugal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.